കാസർഗോഡ് ചെമ്മനാട് അച്ഛനെയും മകളെയും വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാരണം കണ്ടെത്താനാകാതെ പോലീസ്. തൂങ്ങി മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മീപ്പഗിരിയിലെ ഗണേശൻ, പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ഒരേ ഹുക്കിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇതേ വീട്ടിൽ നേരത്തെ അച്ഛനും മകനും ആത്മഹത്യ ചെയ്തിരുന്നുവെന്ന വിവരം കൂടി പുറത്തു വന്നതോടെ സംഭവം ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. കാസർഗോഡ് നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ബൈജു, അച്ഛനും മകളും തൂങ്ങി മരിച്ചു, ഒരേ ഹുക്കിൽ തൂങ്ങി മരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒന്നും കണ്ടെത്താനാവുന്നില്ല, എന്താണ് കാരണമെന്നും നമുക്ക് മനസ്സിലാക്കാനാവുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതേ വീട്ടിൽ ഇതിനു മുൻപും ആത്മഹത്യ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദുരൂഹതയെ ഉയർത്തുന്നുണ്ട്. എന്തൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സറ, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്നലെ പുറത്തു വന്നത്. അത് സറ സൂചിപ്പിച്ചതുപോലെ തന്നെ അച്ഛനും മകളും ജീവനൊടുക്കി എന്നതാണ്. +2 വിദ്യാർത്ഥിനിയാണ് വൈഷ്ണവി. ഈ വൈഷ്ണവിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഇത്രത്തോളമുള്ള ഒരു കടുങ്കൈ ചെയ്യാൻ കാരണമെന്ത്, അത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഏതായാലും ഈ ഒരാഴ്ചക്കിടെ മാത്രം 6 പേരാണ് ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലയിൽ ജീവനൊടുക്കിയത്. അതിൽ ഏറ്റവും ഒടുവിലെത്തതാണ് ഗണേശനും ഈ വൈഷ്ണവി അച്ഛനും മകളും ജീവനൊടുക്കിയ സംഭവം. ഇതിന് തൊട്ട് മുൻപ് പ്രതിശ്രുത വരനും വധുവും അനുശ്രീ, അമൽ എന്ന് പറയുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അതിനു മുമ്പാണ് ഈ നീറ്റ് പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട് പൂച്ചക്കാട് സ്വദേശി ഐജ ജീവനൊടുക്കുന്നത്. തൊട്ടു പിന്നാലെ ഐജയുടെ സഹോദരനും ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഈ സംഭവങ്ങളിലൊന്നും യഥാർത്ഥ കാരണം എന്തെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വാർത്ത നമ്മൾ ഇത്തരം മോർണിംഗ് ഷോയിൽ തന്നെ ഇങ്ങനൊരു വാർത്ത ഉൾപ്പെടുത്തുന്നത്. കാരണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ഇത്തരത്തിൽ പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് ആളുകളുടെ ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എന്തായാലും ഈ വൈഷ്ണവിയുമായി ബന്ധപ്പെട്ട ഗണേശനും വൈഷ്ണവി ജീവനൊടുക്കിയ സംഭവത്തിൽ ഇതുവരെ അതിൽ ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ട്. എന്താണ് ഇതിൽ യഥാർത്ഥ കാരണമെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്താണ് വൈഷ്ണവി എന്ന് പറയുന്ന +2 വിദ്യാർത്ഥിനിക്ക് സംഭവിച്ചത്, അത് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് തൂങ്ങി മരണമാണ്, അസ്വാഭാവികമായി മറ്റൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ മനസ്സ് വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ തോതിലുള്ള എന്തോ ഒരു പ്രയാസം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് തീർച്ചയായും. അത് പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ ഏതായാലും ഇന്നലെ രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. മീപ്പുകുരി സ്വദേശിനികളാണ് ഇവർ ചെമ്മനാട്ടെ ഒരു വാടക വീട്ടിൽ 3 മാസം മാത്രമേ ആയുള്ളൂ ഇവർ താമസത്തിന് വന്നിട്ട്. അവിടെ ഈ സറ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫാനിന്റെ ഹുക്കിൽ, ഒരേ ഹുക്കിലാണ് രണ്ടുപേരും തൂങ്ങി മരിക്കുന്നത്. ആദ്യം ഈ അനുശ്രീയാണ് ഈ തരത്തിൽ തൂങ്ങി മരിക്കുന്നത്. ഇത് വിവരം ഈ അച്ഛൻ ഗണേശൻ അയൽവാസികളോട് പറയുന്നു. പക്ഷെ അത് പെട്ടെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അനുശ്രീയെ ഇങ്ങനെ കാണാനില്ല എന്നായിരുന്നു ഇവർ ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് ഈ വാതിലടച്ച് അച്ഛനും ഇതേ വീട്ടിൽ തന്നെ, ഇതേ ഹുക്കിൽ തന്നെ, ഇതേ ഒരു തോറത്തിൽ തന്നെ ഇവർ ജീവനൊടുക്കുകയായിരുന്നു. എന്തായാലും ഇവരുടെ ഭാര്യ ഒരു ഹോം നഴ്സാണ്. ഇവർ കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത്. മറ്റൊരു മകളുണ്ട്, കുമ്പളിൽ വിവാഹിതയാണ്. അതോടൊപ്പം ഒരു മകനുണ്ട്. മകൻ കാറ്ററിംഗിന് ജോലിക്ക് പോയതായിരുന്നു. ഈ സമയത്തായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. എന്തായാലും പ്രധാനമായും ഇതിൽ ഈ ഒരു വസ്തുത പുറത്തു വരണം ഒരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. അതോടൊപ്പം സറ സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു ചർച്ചാ വിഷയമാകുന്നത് 2025 ആഗസ്റ്റിൽ ഇതേ വീട്ടിൽ അച്ഛന് തൊട്ടു പിന്നാലെ മകനും ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തി എന്താണ് ഈ വൈഷ്ണവിക്ക് സംഭവിച്ചത്, +2 വിദ്യാർത്ഥിനിയായ വൈഷ്ണവിക്ക് എന്താണ് സംഭവിച്ചത് എന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. ഏതായാലും പൂർണ്ണമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടെത്താൻ ഉണ്ടോ എന്നാണ് പോലീസ് നോക്കുന്നത്. അതോടൊപ്പം ഇവരുടെ വൈഷ്ണവിയുടെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും. പൂർണ്ണമായ മൊഴി രേഖപ്പെടുത്തും. ഈ നാട്ടുകാർക്ക് ഇതിൽ കുറിച്ച് വലിയ ധാരണയില്ല. കാരണം ഇവർ 2-3 മാസമേ ഇവിടെ ഈ വീട്ടിലെത്തിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇവർക്കൊരു വ്യക്തതയില്ല. എന്താണ് ഇവർക്കിടയിൽ ജീവിതത്തിൽ എന്താണ് ഇവർക്ക് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയുമില്ല. ഇതിലൊരു അവ്യക്തത ഇപ്പോഴും
തുടരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കയാണ്. പ്രധാനമായും പോലീസ് ഇതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നുണ്ടെങ്കിലും ഈ ഓരോ കേസുകൾ പരിശോധിച്ചാലും ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാരണം അത് എന്ത് എന്ന കാര്യത്തിൽ ഒരു വിവരം ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ്. ഏതായാലും കുട്ടികൾക്കുൾപ്പെടെ കൃത്യമായ കൗൺസിലിംഗ് ഏർപ്പെടുത്തണം ഒരു ആവശ്യമാണ് ഇതിൽ നിന്നും എല്ലാം ഉയരുന്നത്. അത്തരം സ്കൂളുകളിൽ ഉൾപ്പെടെ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നെങ്കിൽ അത് കൃത്യമായ കൗൺസിലിംഗ് കൂടി കണ്ടെത്തി അവർക്ക് വേണ്ട രീതിയിലുള്ള ഇത്തരത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ഊർജ്ജം നൽകാനുള്ള ഒരു സംവിധാനം വേണമെന്നൊരു ആവശ്യത്തിൽ ഈ ഒരു സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. ഏതായാലും 6 പേരാണ് കാസർഗോഡ് ജില്ലയിൽ ഒരാഴ്ചക്കിടെ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇതിൽ ഗണേശന്റെയും വൈഷ്ണവിയുടെയും ഈ ഒരു മരണം സംബന്ധിച്ച് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് പൂർണ്ണമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരും. അതിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നതാണ് ഇനി നോക്കേണ്ടത്. അതല്ലെങ്കിൽ വൈഷ്ണവിക്ക് കാര്യമായ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അത് കണ്ടെത്തേണ്ടതുണ്ട്. സറ, ശരി, ബൈജു പറഞ്ഞതുപോലെ തന്നെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഈ പറഞ്ഞ പോലെ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 6 ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വരാനുണ്ട്, കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാനുണ്ട്, നാട്ടുകാരുടെ മൊഴിയെടുക്കാനുണ്ട്. അസ്വാഭാവികത ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഉടൻ തന്നെ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.